ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തേത് 2023-24 വർഷത്തെ കുറച്ച് ആനുകാലിക ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ്. നോട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏത്? 2024 ജനുവരിയിൽ, അതായത് കഴിഞ്ഞ മാസം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏത്? ഏതാണ്? അടൽ സേതു, അടൽ സേതു, അല്ലെങ്കിൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, MTHL. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായാണ് പാലത്തിന് എന്ത് പേര് നൽകിയിരിക്കുന്നത്? അടൽ സേതു. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമായി അല്ലേ? അടൽ ബിഹാരി വാജ്പേയിയെ ഓർക്കുക, അപ്പോൾ അടൽ സേതു എന്ന പേര് കിട്ടും. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. ഈ പേരെങ്ങനെ ഓർക്കാം? ഓടക്കുഴൽ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതും ആരാ? കൃഷ്ണനാണല്ലേ. കൃഷ്ണൻ ആരുമൊത്താണ് രാസലീലകളാടുന്നത്? ഗോപികമാരുമൊത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാലോ. ഇനി ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ്. ഇനി 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിൻ്റെ ബുധിനി എന്ന നോവലിനാണ്. ഒരിക്കൽ കൂടി പറയാം, 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണന്, 2022 അംബികാസുധൻ മാങ്ങാടിന്, 2021 സാറ ജോസഫിന്. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ച തീയതി. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചതെന്നാണ്? 2024 ജനുവരി 1. 2024 ജനുവരി 1. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 5 വർഷമാണ് കാലാവധി. സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. അമേരിക്കയ്ക്ക് ശേഷം ലോകത്തെ 2ാമത്തെ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണ് PSLV C-58 എക്സ്പോസാറ്റിൻ്റേത്. 2023-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല ഏത്? 2023-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് 2023-24 65ാമത് സംസ്ഥാന കായികമേള നടന്നത്. ഇതിൽ ഹാട്രിക് കിരീടം നേടിയത് പാലക്കാട് ജില്ലയും 2ാം സ്ഥാനം നേടിയത് മലപ്പുറം ജില്ലയുമാണ്. G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥനാര്? G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥനാണ് അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത്. ഇദ്ദേഹം നീതി ആയോഗിൻ്റെ മുൻ CEO ആയിരുന്നു. ഇനി അരവിന്ദ് പനഗരിയ 2015 ജനുവരി മുതൽ 2017 ആഗസ്റ്റ് വരെ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാനായിരുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ്. രഘുറാം രാജൻ മുൻ RBI ഗവർണറായിരുന്നു. ഊർജിത് പട്ടേൽ 24ാമത് RBI ഗവർണറായിരുന്നു. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ ചെയർമാനാണ്. നിലവിലെ
RBI ഗവർണർ, അതായത് 25ാമത് RBI ഗവർണറാണ് ശക്തികാന്ത് ദാസ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാര്? രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാര്? ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. അപ്പോൾ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനോ? NK സിംഗ്. 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് NK സിംഗ്. കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് SM വിജയാനന്ദ്. SM വിജയാനന്ദ്. അപ്പോൾ സിന്ധു ശ്രീകുളർ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യ CEO. നീതി ആയോഗിൻ്റെ ആദ്യ CEO ആണ് സിന്ധു ശ്രീകുളർ. ഇനി കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശ നൽകുന്ന സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിൻ്റെ എത്രാമത് വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50ാമത് വാർഷികം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയതിൻ്റെ 50ാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ TKS മണിയും വൈസ് ക്യാപ്റ്റൻ TA ജാഫറുമായിരുന്നു. വൈസ് ക്യാപ്റ്റൻ TA ജാഫർ. 1973 റെയിൽവേസിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഫൈനൽ മത്സരം നടന്നത് 1973 ഡിസംബർ 27 കൊച്ചിയിലാണ്. 2022-23 സന്തോഷ് ട്രോഫി ജേതാക്കളായത് കർണാടകയാണ്. 2022-23 സന്തോഷ് ട്രോഫി ജേതാക്കളാരാണ്? കർണാടക. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമേത്? ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലവും ധർമ്മടമാണ്. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു പ്രദേശത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന രേഖയാണ് ജല ബജറ്റ്. ഇനി പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നു കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏതു ജീവിവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്? മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ചിത്രശലഭം. ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ എന്നാണ് ഈ ചിത്രശലഭം അറിയപ്പെടുന്നത്. മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കുറിച്യർ മലയാനം ഓവലിഫ്രാക്റ്റം എന്നത് ഒരിനം കുരുമുളകാണ്. കുറിച്യർ മലയാനം ഓവലിഫ്രാക്റ്റം എന്നത് എന്താണ്? ഒരിനം കുരുമുളക്. റൈനോടെർമിറ്റഡേ എന്നത് ഒരിനം ചിതലാണ്. ചിതൽ. ഇതും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. റൈനോടെർമിറ്റഡേ. അതുപോലെ തന്നെ കെയർഹോട്ടസ് തോൽപ്പെട്ടിയൻസിസ് എന്നത് ഒരുതരം ചിലന്തിയാണ്. ഇത് കണ്ടെത്തിയത് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ നിന്നാണ്. കെയർഹോട്ടസ് തോൽപ്പെട്ടിയൻസിസ് എന്നതെന്താണ്? ഒരിനം ചിലന്തിയാണ്.
സഹ്യാദ്രി ബ്രോമസ് സ്വിഫ്റ്റ്, അതും ഒരിനം ചിത്രശലഭമാണ്. സഹ്യാദ്രി ബ്രോമസ് സ്വിഫ്റ്റ് എന്നതും മേഘമല വെള്ളിവരയൻ എന്നതും ചിത്രശലഭമാണ്. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ലോങ് ജമ്പ് താരം ആരാണ്? 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ലോങ് ജമ്പ് താരമാണ് എം ശ്രീശങ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. ഈ ആപ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സുരക്ഷാ മിത്ര പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ളതാണ്. പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിലെത്തിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാവാഹിനി. എന്താണ് വിദ്യാവാഹിനി? പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിലെത്തിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാവാഹിനി. ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗോത്രസേവ. അപ്പോൾ എന്താണ് ഗോത്രസേവ? ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഗോത്രസേവ. ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹികാടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. അപ്പോൾ എന്താണ് വിദ്യാജ്യോതി? ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹികാടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതിയാണ് കനിവ്.